നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പരുന്തുംപാറയിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി ജില്ലാ ഭരണകൂടം. 15-അംഗ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം. അതേസമയം പരുന്തുംപാറ മേഖലയിൽ മെയ് 2 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച കളക്ടർ. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ 13-ന് RT ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന നേതാക്കൾ. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും. 17-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്നും നേതാക്കൾ. വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് പിടികൂടി. പിടിയിലായത് വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശുമല സ്വദേശി മാരിക്കനി. ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഇഞ്ചിക്കാട് സ്വദേശിയായ 33-കാരിയെ. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. നടപടി കാട്ടുപന്നികൾ വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നത് കൂടാതെ പൊതുജനങ്ങളുടെ ജീവന് കൂടി അപകടകരമായ തരത്തിൽ ശല്യമുണ്ടാക്കുന്നത് നിരന്തര പരാതിക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. പരുന്തുംപാറയിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് 15-അംഗ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതേസമയം പരുന്തുംപാറ മേഖലയിൽ മെയ് 2 വരെ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ 2 സർവേ ടീമിന് രൂപം നൽകാനും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനമെടുത്തു. പരുന്തുംപാറ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കളക്ടർ ഉത്തരവായി. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441, വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ 724, 813, 896 എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മെയ് 2 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. സർവേ നമ്പർ വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകാനും നിർമ്മാണ പ്രവൃത്തി നിർത്താനും സ്റ്റോപ്പ് മെമ്മോ നൽകാനും കഴിഞ്ഞ ശനിയാഴ്ച കളക്ടർ പീരുമേട് തഹസിൽദാറിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിൽ താലൂക്ക് ഓഫീസ് ഗുരുതര വീഴ്ച വരുത്തി. 4 പ്രവൃത്തി ദിവസത്തിനിടെ 2 സ്റ്റോപ്പ് മെമ്മോ മാത്രമാണ് ഓഫീസിൽ നിന്ന് നൽകിയത്. താലൂക്ക് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാരും പരുന്തുംപാറയിൽ പരിശോധന നടത്താനും തയ്യാറായില്ല. കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെ പരുന്തുംപാറയിൽ നിർമ്മാണ പ്രവൃത്തികൾ വ്യാപകമായി നടക്കുകയും ചെയ്തു. നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കളക്ടറുടെ ഉത്തരവ് അട്ടിമറിക്കുകയാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഭരണകൂടം അടിയന്തര യോഗം വിളിച്ചത്. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ 13-ന് RT ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും. 17-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്രാ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് കടക്കുന്നത്. 13-ന് ഇടുക്കി RT ഓഫീസിലേക്കും അടിമാലി, തൊടുപുഴ, പീരുമേട്, നെടുങ്കണ്ടം ജോയിന്റ് RT ഓഫീസുകളിലേക്കും യൂണിയൻ പ്രകടനവും ധർണയും നടത്തും. ഈ കമ്മീഷണർ ഉത്തരവ് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് തള്ളിക്കളയാം. കാരണം അങ്ങനെ ഒരു സ്റ്റിക്കർ പതിച്ചുകൊണ്ട് മീറ്റർ ഏതെങ്കിലും രൂപത്തിൽ കേടായാലും കേടാകുന്ന സന്ദർഭത്തിൽ വെച്ച് യാത്രക്കാരൻ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ടാറ്റ പറഞ്ഞു പോയാൽ മതിയെന്നാണ് ആ സ്റ്റിക്കറിൻ്റെ ആകെയുള്ള ഒരു സാരാംശം. ഇത് ഒരിക്കലും ഈ ഒരു മേഖലയിലെ തൊഴിലാളികളിൽ ആർക്കും ഒരു ജനതയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂലി നിർണ്ണയം നടത്തിയത് 2022-ലാണ്. ഈ 2-3 വർഷക്കാലത്തിനിടയ്ക്ക് ഉയർന്നു വന്നിട്ടുള്ള വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികളുടെ ഓട്ടോ ടാക്സി രംഗത്ത് പണിയെടുക്കുന്നവരുടെ ചാർജ് നിർണ്ണയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ടാണ് അവരുടെ തലയിൽ ഇടുത്തി വീഴുന്ന രൂപത്തിലുള്ള ഈ തരത്തിലുള്ള ഉത്തരവ് കൊണ്ടുവന്നുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും. 17-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തും. മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സംയുക്ത ഐക്യ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ പറയുവാനുള്ളത്. ഒരു കാരണവശാലും ഈ മീറ്റർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിക്കുകയും സൗജന്യമായി യാത്ര ചെയ്യാമെന്ന സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരിടത്തും ഒരു സ്ഥലത്തും
ഓടുവാൻ സാധിക്കുന്ന കാര്യമല്ല. ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിനെ ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിഷേധിക്കുവാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര അനുവദിച്ച് സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് നിയമവിരുദ്ധവും സർക്കാർ ഉത്തരവുകളുടെ ലംഘനവുമാണ്. ഇന്ധന സ്പെയർ പാർട്സ് വില വർധനയിൽ നട്ടം തിരിയുന്ന തൊഴിലാളികൾക്ക് മേൽ ഉത്തരവ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വോട്ട് കൂലിയും അതോടനുബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം സ്പെയർ പാർട്സ് സാധനങ്ങളുടെ വില വർധനവ്, അതുപോലെ തന്നെ ഡീസൽ വില വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്. മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇല്ലാതെ ഗവൺമെന്റിന്റെ ഉത്തരവല്ല, ഇതൊരു ഉദ്യോഗസ്ഥൻ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിവിധ യൂണിയൻ നേതാക്കളായ MC ബിജു, രാജു ബേബി, KC സിനീഷ് കുമാർ, ഷാജി മാത്യു, മനു കെ ജോൺ, KC ബിജു, KD മോഹനൻ, PP ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശുമല സ്വദേശി മാരിക്കനിയാണ് പിടിയിലായത്. ഇഞ്ചിക്കാട് സ്വദേശിയായ 33-കാരിയെയാണ് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശുമലയിൽ താമസിക്കുന്ന വീട്ടമ്മയെ മദ്യപിച്ചെത്തിയ മാരിക്കനി വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് അവശയായ വീട്ടമ്മ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, ബലാത്സംഗ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. കാട്ടുപന്നികൾ വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നത് കൂടാതെ പൊതുജനങ്ങളുടെ ജീവന് കൂടി അപകടകരമായ തരത്തിൽ ശല്യമുണ്ടാക്കുന്നത് നിരന്തര പരാതിക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയം ഗൗരവമായി പരിഗണിച്ച ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. തോക്ക് ഉപയോഗത്തിനുള്ള അംഗീകൃത ലൈസൻസ് കൈവശം വച്ചിട്ടുള്ളതും അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളതുമായ 2 ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. കാട്ടുപന്നികളെ എന്ന് വെച്ചാൽ മനുഷ്യ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. പഞ്ചായത്തിൻ്റെ ഈ ഉത്തരവിൻ്റെ പേരിലുള്ള ഫോറസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള എംപാനൽ ലിസ്റ്റിലുള്ള 2 പേരെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. ഓരോ വാർഡിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരാണ് ഇതിൻ്റെ നേതൃത്വം നൽകി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയും കർഷകരുടെയും കൂടെയാണ്. വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സമീപനം ഈ പറഞ്ഞ കാട്ടുപന്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ഇതുപോലൊരു നടപടി എടുക്കാൻ തീരുമാനമെടുത്തത്. ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കർഷകർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വാർഡ് തലത്തിൽ 5 അംഗങ്ങളിൽ കുറയാത്ത മോണിറ്ററിംഗ് സമിതി അതാത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കും. വേട്ടയാടിയ മൃഗത്തിന്റെ ജഡം, മാംസോപയോഗം പൂർണ്ണമായി തടയുന്ന വിധം മറവ് ചെയ്യുന്നതിനും വേട്ടയാടുന്ന വിവരം പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഉള്ള തോക്കുപയോഗിച്ച് ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുമതി. ഈ അനുമതി ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും അനധികൃതമായി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി ഭരണം സമ്പന്നർക്കും കുത്തകകൾക്കും വേണ്ടി മാത്രമായി മാറിയെന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്. CPI ജില്ലാ സമ്മേളന വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വിരുദ്ധത മാത്രം കൈമുതലാക്കി ഭരണം നടത്തുന്ന കേന്ദ്രത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. മുതലാളിത്ത സാമ്രാജ്യ ശക്തികളുടെ കടന്നുവരവിന്റെ തോത് BJP ഭരണത്തിൽ വർദ്ധിച്ചതായും തൊഴിലാളി വ്യാപാര മേഖലകൾ ഇതുമൂലം തകർച്ചയുടെ വക്കീലായിരിക്കുകയാണെന്നും KK അഷ്റഫ് പറഞ്ഞു. ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണം. കേരളത്തിൽ വികസനോന്മുഖവും ഭാവനാപൂർണവുമായ ദിശാബോധത്തോടുകൂടി മുൻപോട്ടു പോകുന്ന LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരെന്നും KK അഷ്റഫ് കുറ്റപ്പെടുത്തി. ഈ ഭരണഘടനയുടെ ഒരു താള് പോയാൽ, ഈ ഭരണഘടനയുടെ ഒരു താളിന് മാറ്റം സംഭവിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതമെല്ലാം സ്ഥാനത്തായി. ഞാനും നിങ്ങളുമെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതും ഞാനും നിങ്ങളുമെല്ലാം സഞ്ചരിക്കുന്നതും
ഞാനും നിങ്ങളുമെല്ലാം സ്വസ്ഥമായി നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുന്നതും നമ്മളെല്ലാം തൊഴിൽ ചെയ്യുന്നതും നമുക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്നതും നമ്മുടെ മക്കൾക്ക് വിദ്യാലയത്തിൽ പോകാൻ കഴിയുന്നതും നമ്മുടെ തൊഴിലെടുത്താലും വിദ്യാഭ്യാസം കഴിഞ്ഞാലും മക്കൾക്ക് ധൈര്യമായി വീട്ടിൽ വരുമെന്ന് നാം ഉറപ്പിച്ച വീട്ടിലിരിക്കുന്നതും ഇതെല്ലാം ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ആ ഭരണഘടനയുടെ നിയമങ്ങളാണ് നമ്മളെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. ആ ഭരണഘടന തന്നെ ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നു RSS. ആ ഭരണഘടന പോയാൽ നമ്മൾ പോയി, നമ്മുടെ രാജ്യവും പോയി, നമ്മുടെ ജീവിതവും പോയി. യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, മണ്ഡലം സെക്രട്ടറി VR ശശി, MY യൂസഫ്, അഡ്വക്കേറ്റ് P ചന്ദ്രപാൽ, MK പ്രിയൻ, CU ജോയി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനമായ IHRDയുടെയും നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. റൺ അവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിലായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ചെറുതോണി അടിമാലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സ്നേഹസംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 20 വയസ്സ് മുതൽ 20 വയസ്സിലേക്ക് കടന്ന് 19-നും 17-നും 16-നും കടന്ന് 12 വയസ്സുള്ള കുട്ടികൾ വരെ ഇന്ന് ലഹരി കടിമകളായി ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമെന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. കൂട്ടയോട്ടത്തിൽ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് വകുപ്പുകൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലെയും പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. മോഡൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ലിൻസിസ് കറിയ അധ്യക്ഷയായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ സജിമോൻ സ്നേഹ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം രാജു ജോസഫ്, ഇടുക്കി സബ് ഇൻസ്പെക്ടർ മുരളീധരൻ നായർ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ടത്തിൽ, NSS പ്രോഗ്രാം ഓഫീസർ ആൻ മീഗിൾ എബ്രഹാം, കോളേജ് ചെയർമാൻ സ്റ്റീവ് സിൽവസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹം അതിൽ തീർത്ത ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്തു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഇതെല്ലാം പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ കെട്ടുറപ്പിന്റെ പ്രശ്നങ്ങളാണ്. നമ്മുടെയൊക്കെ കാലത്ത് കുഞ്ഞുകാലങ്ങളിലാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരു ഭയമുണ്ടായിരുന്നു. ആ ഭയത്തിൽ നിന്ന് വ്യതിചലിച്ച് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു അവസരം, അതായത് 90 കോടി രൂപയുടെ മയക്കുമരുന്ന് വന്നാൽ 500 കോടി രൂപയും വിൽക്കാം. ഇത് വിതരണം ചെയ്യാനായിട്ട് 3 ദിവസം മതിയെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തമാണ് ഈ കൂട്ടായ്മ ഇത് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ തിന്മകളും, പക്ഷേ പോലീസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇതിന്റെ ഉറവിടത്തിൽ അവർ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും അതിന് നീക്കുപോക്ക് കണ്ടെത്താൻ അവർക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പ്രശംസനീയമാണ്. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സമകാലിക സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാല്യത്തിൽ തുടങ്ങി യൗവനത്തിൽ കൊലക്കേസ് പ്രതികളാകുന്ന ഒരു കൗമാരത്തെയാണ് നമ്മുടെ മുമ്പിലിപ്പോൾ ഉള്ളത്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരുപക്ഷെ നമ്മുടെ ഒന്നും വീടുകളിൽ ഇന്ന് ഇല്ലായിരിക്കാം, നാളെ നമ്മുടെ വീടുകളിലേക്ക് ഇത് എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. ശരിക്കും ഇപ്പോഴാണ് കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറിയെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. MK തോമസ്, ജോഷി കുട്ടട, സിജോമോൻ ജോസ്, ഷിയാസ്, അജിത് സുകുമാരൻ, അനിൽകുമാർ പുനർജനി, ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പനയിലെ വിവിധ ക്ലബ് ഭാരവാഹികൾ, മർച്ചന്റ് അസോസിയേഷൻ, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പെരുംതേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. ഉടുമ്പൻചോല ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരുംതേനീച്ചയുടെ കുത്തേറ്റത്. വെള്ളം ശേഖരിക്കുന്നതിനിടെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു.
ആക്രമണത്തിൽ ബോധരഹിതനായ സുബ്രഹ്മണിയെ രക്ഷിക്കുന്നതിനിടെ മറ്റ് 4 പേർക്കും കുത്തേറ്റു. ഗുരുതരാവസ്ഥയിലായ സുബ്രഹ്മണിയെ ആദ്യം നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 1ാം പ്രതി അറസ്റ്റിൽ. ഏക്കേച്ചിപ്പടി പൂവത്തുമൂട്ടിൽ ഷിജിനാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഷിജിന്റെ സഹോദരൻ ഷിബിൻ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 5-ാം തീയതി അർദ്ധരാത്രിയിലാണ് മദ്യലഹരിയിൽ ഇവർ പോലീസിനെ ആക്രമിച്ചത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടത്തിയ ജോബ് ഫെയർ ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള ലുലു ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കാണ് തൊഴിൽ മേളയിൽ അഭിമുഖം നടന്നത്. 547 പേർ പങ്കെടുത്തതിൽ 314 പേർക്ക് സെലക്ഷൻ ലഭിച്ചു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തിയ പ്രയുക്തി 2025 രണ്ടാമത്തെ മെഗാ റിക്രൂട്ട്മെന്റ് ആണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ തൊഴിൽമേളയിൽ സാധിച്ചു എന്നും തൊഴിൽമേള വൻ വിജയമായിരുന്നുവെന്നും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് അധികൃതർ പറഞ്ഞു. ഇതിനകത്ത് ഏകദേശം ഒരു 500 പേർക്കെങ്കിലും സ്പോട്ട് രജിസ്ട്രേഷൻ സ്പോട്ട് ഓഫർ ലെറ്റർ കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തുടർന്ന് അവരുടെ രണ്ടാമത്തെ സ്ക്രീനിങ്ങിന് ശേഷം പെർമനന്റ് അപ്പോയിൻമെന്റ് കൊടുക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം യുവാക്കളുടെ സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്വപ്നം ഇതിനോടുകൂടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോട് ഈ നിമിഷത്തിൽ ആവശ്യപ്പെടുന്നത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസും കട്ടപ്പന ഗവൺമെന്റ് കോളേജും സഹകരിച്ചുകൊണ്ടാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. കേരളത്തിലും വിദേശ രാജ്യങ്ങളുമായുള്ള ലുലു ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കായി 1500-ലധികം വേക്കൻസികളിലേക്കാണ് അഭിമുഖം നടന്നത്. അഭിമുഖത്തിൽ 547 പേർ പങ്കെടുത്തു. ഇതിൽ 314 പേർക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. മേളയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതുമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറാണക്കുന്നേൽ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് വി ബി, കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നവാസ് അഹമ്മദ്, വിശ്വനാഥൻ PN, മനിജ എബ്രഹാം, അനൂപ് ജയ് എന്നിവർ നേതൃത്വം നൽകി. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ ഹൈറേഞ്ച് മേഖല വനിതാ ദിനാചരണം കട്ടപ്പനയിൽ നടന്നു. വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ ഹൈറേഞ്ച് മേഖല വനിതാ ദിനാചരണം നടന്നത്. കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു വീട്, ഒരു ഭവനം നിർമ്മിക്കുന്നത് ഒരു ഭാര്യയാണ്. എന്തുമാത്രം ജോലിയാണ് ഒരു ഭാര്യ ചെയ്യുക. ഒരു ഭർത്താവിനെ എത്രമാത്രമാണ് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ എത്രയോ ത്യാഗം സഹിച്ചാണ് വളർത്തുക. വീട്ടിലെ ജോലികൾക്കൊക്കെ പുറമെ മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഭാര്യമാരും എല്ലാ ജോലിയും ഏറ്റെടുത്തിട്ടും പരാതിയൊന്നും പറയാതെ കഴിയുന്ന ഭാര്യമാരും എത്രയോ അധികം നന്ദി സമൂഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും അവരോടെല്ലാം ഉണ്ട്. ഇൻഫാം ഉപ്പുതറ, കുമിളി, കട്ടപ്പന, അണക്കര, മുണ്ടിയൊരുമ തുടങ്ങിയ കാർഷിക താലൂക്കുകളിൽ നിന്നുള്ളവരാണ് ഹൈറേഞ്ച് മേഖല വനിതാ ദിനാചരണത്തിൽ പങ്കെടുത്തത്. വനിതകളുടെ വിവിധ കലാപരിപാടികളും നടന്നു. താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ റോവൻ പട്ടക്കാലായിൽ, സ്മിത മിനോജ്, ജയമ ജേക്കബ്, കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി വാരാണത്ത തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി CMC അമല പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. CMC അമല പ്രൊവിൻഷ്യൽ സുപ്പീരിയറും അമല സർവീസ് സെന്റർ പ്രസിഡന്റുമായ സിസ്റ്റർ വിനിയ ഗ്രേസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. കട്ടപ്പന നഗരത്തിൽ കൂടി നടന്ന റാലിയിൽ 300ഓളം വനിതകൾ അണിനിരന്നു. CMC അമല പ്രൊവിൻഷ്യൽ സുപ്പീരിയറും അമല സർവീസ് സെന്റർ പ്രസിഡന്റുമായ സിസ്റ്റർ വിനിയ ഗ്രേസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ ശാക്തീകരണത്തെയും അവകാശ സംരക്ഷണത്തെയും ഓർമ്മപ്പെടുത്തുന്ന ദിനത്തിൽ ആക്സിലറേറ്റ് ആക്ഷൻ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുക എന്ന മുഖ്യ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് റാലി നടത്തിയത്.
രശ്മി രാജൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ ജോലിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പരിപാടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവരെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുന്നത്. കാരണം അവർ പഠിക്കണോ അത് ഫോൺ കാണുകയാണോ, രാത്രി സമയങ്ങളിൽ ഒരു പരിധി കൂടുതൽ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോണിൽ നോക്കിയിരിക്കുന്നത്, അതൊക്കെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ആദ്യമേ ചെറുതിനെ പോലെ കൺട്രോൾ ചെയ്താൽ മാത്രമേ പിള്ളേർ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളിപ്പം കൊച്ചുങ്ങളല്ലേ പോട്ടെ എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൈ നമുക്ക് പറഞ്ഞാൽ അനുസരിക്കില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാ സെന്റ് ലൂസ് ഫാദർ ബോബി അലക്സ് മണ്ണമ്പ്ളാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അമല സർവീസ് സെന്റർ ബോർഡ് മെമ്പേഴ്സായ തോമസ് രാജൻ, CSI ഇടവക വികാരി ഫാദർ ബിനോയി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. യോഗത്തിൽ എഴുത്തുകാരി പുഷ്പമ്മയെ ആദരിച്ചു. അനു പങ്കജ് വനിതാ ദിന പ്രഭാഷണം നടത്തി. പുതിയ തലമുറയുടെ ലഹരിയാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാമൂഹിക ചുറ്റുപാടിൽ പലപ്പോഴും സ്ത്രീകളുടെ സുരക്ഷ ചോദ്യചിഹ്നമാകുകയാണ്. സമൂഹത്തിൽ സ്ത്രീകളുടെ തുല്യതയാർന്ന അവകാശങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ, സുരക്ഷ, തുല്യത, അവസരങ്ങൾ, മനോഭാവങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ചർച്ച ചെയ്താണ് കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അനു പങ്കജ് പ്രഭാഷണം നടത്തി. എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, അച്ഛനും അമ്മയും ഒക്കെ. അപ്പോ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെയുള്ള ഉത്തരവാദിത്വമുണ്ട്. അതായത് നമുക്ക് ഒരേപോലെ ജോലിയുണ്ട്. നമ്മൾ വീട്ടിൽ ചെല്ലുന്നത് എനിക്ക് തോന്നുന്നു ഫിസിക്കലി പുരുഷനും സ്ത്രീകളും ഡിഫറെന്റ് ആണ്, ഇല്ലേ? ഡിഫറൻസ് ഉണ്ട് തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഈ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും അച്ഛന്മാരെക്കാളും അടുത്തായിരിക്കും അമ്മമാർ വീട്ടിലെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല പാരന്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ ആരാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്? നമ്മൾ സ്ത്രീകളാണ്. യോഗത്തിൽ കൊളുക്കൻ എന്ന നോവലിലൂടെ ഊരാളി ഗോത്രത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിതവും അടയാളപ്പെടുത്തിയ എഴുത്തുകാരി പുഷ്പമ്മയെ OR വത്സ, VM മിത്ര എന്നിവർ ചേർന്ന് ആദരിച്ചു. വനിതാ കൺവീനർ ആതിര നായർ അധ്യക്ഷത വഹിച്ചു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ, ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ, ഗീതുമോൾ സുധാകരൻ, ജോസ്ന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കട്ടപ്പന എക്സൈസ് വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MT വനിതാ ദിന സന്ദേശം നൽകുകയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. വിസ്മരിക്കപ്പെടാനാവാത്ത ഈ മേഖലകളിലേക്ക് കൂടി കടന്നെത്തുന്നതാവണം നമ്മുടെ ചരിത്രാന്വേഷണം. ഇതോടനുബന്ധിച്ച് കട്ടപ്പന എക്സൈസ് വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MT വനിതാ ദിന സന്ദേശം നൽകുകയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. We promise to commit our life to the development of self-growth, education, career, without promising our right and self-respect. അഡ്വക്കേറ്റ് ബേസിൽ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചുറ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ വിപിൻ എളമ്പശ്ശേരിയിൽ, ഫാദർ അജീഷ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ലക്ഷ്മി, ക്രിസ്റ്റിന തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. പോയ വർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊന്നത്തടി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കെതിരെ ആരംഭിച്ചിരിക്കുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
പോയ വർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ പറഞ്ഞു. ബാങ്കിന് ഞങ്ങൾ എതിരല്ല. ബാങ്ക് പലിശയും പലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി കർഷകരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ രീതിയിൽ ബാങ്ക് കർഷകരോടും ചെറുകിട വ്യാപാരികളോടും സഹകരിക്കാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ഗുണ്ടാ നിലപാടുമായിട്ട് ജനങ്ങളെ ഭീതിയിലാക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ കർശനമായ ജനകീയ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ്. വായ്പാ കുടിശ്ശിക ഉള്ളവരുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഭൂമി അളന്നുതിരിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് കോൺഗ്രസ് നേതൃത്വം നൽകും. നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്നോട്ടു പോയില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ, ബിജു ജോർജ് മുക്കുടം, ബിജു കിഴക്കേ വീട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ചേർന്ന് കട്ടപ്പനയിൽ സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തും. 9-ാം തീയതി രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ഓസാനം സ്കൂളിൽ 9-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമ്പിൽ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ കാർഡിയോളജി, ഓർത്തോ, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും ഇന്ന് ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ രോഗം കാലേക്കൂട്ടി കണ്ടെത്തി ചികിത്സ നൽകിയാൽ വർദ്ധിച്ചു വരുന്ന മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കാനായിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ കെയർ 2025 എന്ന ആ ഒരു ഓപ്ഷനിൽ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചത്. ഏകദേശം 250ഓളം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 3 ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാരായ കാർഡിയോളജി, ഓർത്തോ, ജനറൽ മെഡിസിൻ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടാതെ സൗജന്യ മരുന്ന് വിതരണം. വൈറ്റൽസ് പരിശോധനയ്ക്ക് പുറമെ ഫിസിയോതെറാപ്പി, ഡയറ്റീഷ്യൻ, ECG, തൈറോയിഡ്, കൊളസ്ട്രോൾ പരിശോധനകളും നടക്കും. തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും ഡിസ്കൗണ്ട് കൂപ്പണുകൾ, സൗജന്യ മാമോഗ്രഫി, PSA ടെസ്റ്റ് കൂപ്പണുകൾ എന്നിവയും ലഭിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 250 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 79 09 23 18 10 99 47 45 49 29 അല്ലെങ്കിൽ 94 47 61 30 65 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, പ്രോഗ്രാം ചെയർമാൻ ഷിബി ഫിലിപ്പ്, KA മാത്യു, അംഗങ്ങളായ പ്രദീപ് S മണി, രാജീവ് KS, സുബിൻ ബേബി, അഭിലാഷ് AS, ബെന്നി വർഗീസ് എന്നിവർ പങ്കെടുത്തു. കിഴക്കിന്റെ കാൽവരിയായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല തീർത്ഥാടനത്തിനും ഭക്തിയുടെ നിറവിൽ കുരിശുമല കയറുന്നതിനും തുടക്കമായി. വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് എത്തി. രാവിലെ 9:30 കുരിശുമല അടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ആരംഭിച്ച പീഡാനുഭവ യാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. തോമസ് ലീഹായുടെ വലിയ രൂപവും കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളും പിന്നിട്ട പ്രാർത്ഥനയോടെ കുരിശുമലയിലെത്തിയ വിശ്വാസികൾ തീർത്ഥാടക ദേവാലയത്തിലെ ദിവ്യബലിയിലും വചനപ്രഘോഷണത്തിലും പങ്കുചേർന്നു. കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിരുന്നു. മലകയറിയ മുഴുവൻ വിശ്വാസികൾക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തീർത്ഥാടക ദേവാലയവും തിരുക്കല്ലറയും മലമുകളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രൂപവും മിസറിയ രൂപവും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യം ക്രമീകരിച്ചിരുന്നു. വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രികാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ തോമസ് കുഴിയൻ പ്ലാവിൽ, ഫാദർ സോബിൻ കൈപ്പിയിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസിനുള്ള അവാർഡ് ഈ വർഷം കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹൈസ്കൂളിന് ലഭിച്ചു. തൊടുപുഴയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോർഡിനേറ്റർ ലിൻസി ജോർജ് അവാർഡ് ഏറ്റുവാങ്ങി. ഇപ്പോഴത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം ഇല്ലാതാക്കുമ്പോൾ മികച്ച രീതിയിൽ നാടിനും സ്കൂളിനും നാട്ടുകാർക്കും വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ. ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസിനുള്ള അവാർഡാണ് ഇത്തവണ സ്കൂളിനെ തേടിയെത്തിയത്. തൊടുപുഴയിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസ് സ്കീമിനുള്ള അവാർഡ് കോർഡിനേറ്റർ ലിൻസി ജോർജ് ഏറ്റുവാങ്ങുകയും ചെയ്തു. 3 വർഷക്കാലം ഞങ്ങൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികളെ വളരെയധികം പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടു നടക്കുകയായിരുന്നു. നിരവധി അവബോധ ക്ലാസ്സുകളും അതുപോലെ തന്നെ ശില്പശാല, ക്യാമ്പ് എന്നിവയെല്ലാം ഞങ്ങൾ നടത്തി. ഇതുകൂടാതെ തന്നെ നിരവധിയായ സമൂഹത്തിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന തന്നെ കുറേ പരിപാടികൾ ചെയ്യുന്നതിന് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന് സാധിച്ചു. കഴിഞ്ഞ ദിവസം DD ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ നിന്നും ഏറ്റവും നല്ല സ്കൂളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. 2023 ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അന്ന് 30 കുട്ടികളുമായിട്ടായിരുന്നു ആരംഭിച്ചത്. ഇന്ന് ഇത് 45 കുട്ടികളുമായിട്ട് എത്തി നിൽക്കുകയാണ്. ഇന്നാണെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ പ്രഭാത ഭക്ഷണ പരിപാടി, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഞങ്ങൾക്ക് ജില്ലാ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമുകളുടെ അവാർഡ് ലഭിച്ചു. 30 പേരിൽ ആരംഭിച്ച സോഷ്യൽ സർവീസ് സ്കീമിൽ ഇപ്പോൾ 45ഓളം വിദ്യാർത്ഥികളുണ്ട്. സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജിന്റെ നേതൃത്വത്തിലാണ് വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്നത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേപ്പാറയിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് മേപ്പാറയിൽ വോളിബോൾ കോർട്ട് നിർമ്മിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ കളിസ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ കിണറുകൾ, അതുപോലെ കുളങ്ങൾ, റോഡുകൾ, പാലങ്ങൾ മുതലായവ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടല്ലാതെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി നമുക്ക് പുതിയ ഒട്ടേറെ വികസന കാഴ്ചപ്പാട് നടപ്പാക്കുന്നതിന് കഴിയുന്ന ഒരു നല്ല പദ്ധതി എന്ന നിലയിലാണ് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്നത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസി തോമസ് മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, രാജലക്ഷ്മി അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ, തങ്കമണി സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CST സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുണ്ണിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന 3ാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാൻജോ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. രാജക്കാട് മുല്ലക്കനം സാൻജോ കോളേജ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അകാലത്തിൽ വേർപിരിഞ്ഞ CST സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചു വരുന്ന വോളിബോൾ മത്സരത്തിന് രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജിൽ തുടക്കമായി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് പ്രാദേശിക ടീമുകളുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. 1ാം സമ്മാനമായി 30,001 രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, 2ാം സമ്മാനമായി 25,001 രൂപയും ക്യാഷ് അവാർഡും സാൻജോ എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. ആൻസൺ അമേരിക്ക, BCC സിറ്റി ക്ലബ്ബ് വൈസൻവാലി, 20 ഏക്കർ വോളി ക്ലബ്ബ്, തൊടുപുഴ സിക്സസ്, ഇടുക്കി സ്ട്രൈക്കേഴ്സ് പണിക്കൻകുടി, നവജീവൻ ചേറ്റുകുഴി, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബ് കട്ടപ്പന, ലിസ കോളേജ് കോഴിക്കോട് എന്നിവർ സ്പോൺസർ ചെയ്യുന്ന ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോർജ് ചേപ്പിലിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജാക്കാട് SHO V വിനോദ് കുമാർ താരങ്ങളെ പരിചയപ്പെടുത്തി. വൈസൻവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ആദ്യ സർവീസ് നിർവഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, കൺവീനർ ബോസ് തകടിയൽ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി, കോഓർഡിനേറ്റർ സിബി പൊട്ടമ്പ്ളാക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും.
3 എന്ന ക്രമത്തിൽ ഇതാ അവരുടെ സ്കോർ ബോർഡ് ചലിച്ചിരിക്കുന്നത് 2-3. അവരുടെ സർവീസ് പുറത്തേക്ക് 4-3 എന്ന ക്രമത്തിൽ സർവിംഗ് ഏരിയ ഒരു മനോഹരമായ ഏത് തന്ത്രശാലികളും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തത്. നെടുങ്കണ്ടം ബ്ലോക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെ വിതരണം മുരിക്കുംതൊട്ടി ആപ്കോസിൽ നടന്നു. പഞ്ചായത്തിലെ 237 ക്ഷീരകർഷകർക്കായിട്ടാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 19 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. താരതമ്യേന ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഒരു ക്ഷീര വിപ്ലവം തന്നെ സൃഷ്ടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. കഷ്ടപ്പാടും ദുരിതങ്ങളും ഏറി വന്ന സാഹചര്യത്തിൽ കൂടി വന്ന തീറ്റ ചെലവ്, വർദ്ധിച്ചു വരുന്ന രോഗം, ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലായി ആവണം താരതമ്യേന ഇപ്പോൾ ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ എത്തിച്ചേരുന്നതിന് ഒരു തടസ്സമുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലേ. ഒരു ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണമെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ ഒരു പരിചയക്കുറവ്, കറക്കാനൊക്കെയുള്ള പരിചയക്കുറവ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറേ അധികം ആളുകൾ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു ദൗത്യവുമായിട്ട് മുമ്പോട്ട് പോകുന്ന നിങ്ങളെ അഭിനന്ദിക്കാതെ തരമില്ല. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ, ആപ്കോസ് പ്രസിഡന്റ് റോസ്കി ജോസ്, പഞ്ചായത്തിലെ വിവിധ ആപ്കോസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മുരിക്കുംതൊട്ടി ആപ്കോസ് സെക്രട്ടറി ഷൈനി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിന്റെയും സെന്റ് മേരീസ് കിൻഡർഗാർട്ടൻ നഴ്സറി സ്കൂളിന്റെയും സംയുക്ത വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഇതൾ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിന്റെയും സെന്റ് മേരീസ് കിൻഡർഗാർട്ടൻ നഴ്സറി സ്കൂളിന്റെയും 44ാമത് വാർഷികമാണ് സംഘടിപ്പിച്ചത്. സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെറുപറമ്പലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഇതൾ 2025 ആഘോഷ പരിപാടി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെയ്സ്ലറ്റ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCBC സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ജോസഫ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ഹൃദ്വിക്, കലാതിലകം ക്രിസ്റ്റീന മനീഷ്, ഹിന്ദി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഏഞ്ചൽ ജോർജ്, കഴിഞ്ഞ വർഷത്തെ USS വിജി പ്രത്യൂഷ് എന്നിവരെയും ജില്ലാ ഉപജില്ലാ കലാശാസ്ത്രമേളയിൽ മികവ് പുലർത്തിയ കുട്ടികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്, മുൻ പ്രസിഡന്റ് ഷെർലി ജോസഫ്, നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിൻസ് ജോസ്, സെന്റ് മേരീസ് കിൻഡർഗാർട്ടൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൽഡ, PTA പ്രസിഡന്റ് അഭിലാഷ് ജോസ്, MPTA പ്രസിഡന്റ് അനശ്വര പ്രിയ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെണ്ണമന ഇല്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവർ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാരശിലാസ്ഥാപനവും തിരുവാഭരണ സമർപ്പണവും നടന്നു. 2 ദിവസങ്ങളിലായാണ് കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നത്. ഉത്സവത്തിന്റെ 1ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം എന്നിവയും വൈകിട്ട് ദീപാരാധനയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശാഭിഷേകവും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. ഏറ്റവും വലിയ പ്രധാനം ഭക്തജനങ്ങൾ അവരവരുണ്ടാക്കിയ സാധനങ്ങൾ ഭഗവതിക്ക് നേരിട്ട് നേദിക്കാമെന്നുള്ളൊരു പ്രധാന കാര്യം കൂടിയാണ് പൊങ്കാലയുടെ പറഞ്ഞത്.
പൊങ്കാല നിവേദ്യത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വെണ്ണമനയില്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിനായി വേണ്ടുന്ന കൊടിമരത്തിന്റെ ആധാര ശിലാസ്ഥാപനം നടന്നു. ക്ഷേത്രത്തിലേക്കായി വാങ്ങിച്ച തിരുവാഭരണ സമർപ്പണവും പുതിയതായി നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കലാപരിപാടികളിലും പൊങ്കാലയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആഘോഷത്തോടനുബന്ധിച്ച് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം രക്ഷാധികാരി ടി വി നാരായണൻകുട്ടി, ക്ഷേത്രം ഭാരവാഹികളായ CK ബാബു, KP ബാബു, KR സുനിൽകുമാർ, ശൈല തങ്കച്ചൻ, സിന്ധു സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RRT സംഘത്തിന്റെ കാവലിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന അധികം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുണ്ടാകില്ല. എന്നാൽ മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷക്കാലത്ത് RRT സംഘം കാവലാണ്. പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും RRTയുടെ കാവലുണ്ട്. പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ആനപ്പിടിയിൽ പരീക്ഷ എഴുതേണ്ടെന്ന ഗതികേടിലേക്ക് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത്. ആനപ്പേടിയില്ലാതെ പരീക്ഷ എഴുതുവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൂന്നാർ RRT സംഘം കാവൽ നിൽക്കുകയാണെന്ന് അധ്യാപകർ പറയുന്നു. SLC எக்ஸாம் டியூட்டி தொடங்கினதுலேருந்து இப்போ காலையில் 6 மணிக்கு போய் கொஸ்டின் பேப்பர் எடுக்கணும். அப்போ எங்களுக்கு கூட ஃபுல் சப்போர்ட்டாக RRT வராங்க. இந்த படையப்பா யானையோட ஒரு தொல்லை இருக்கிறதுனால RRT காலையில் 6:30 இங்கே கூட கொஸ்டின் பேப்பர் எடுத்து இங்கே கொண்டு வந்துட்டு எக்ஸாம் முடிக்கிற வரைக்கும் நல்ல பாதுகாப்பும் கொடுக்குறாங்க. எக்ஸாம் ஒரு பிரச்சனை இல்லாமல் நல்லபடியாக நடக்கும். വിദ്യാലയത്തിനുള്ളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് ജാഗ്രതയോടെ RRT സംഘം കാവൽ നിൽക്കും. ആനകൾ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ എന്ന് RRT സംഘാംഗങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിന് മാത്രമല്ല, സ്ട്രോങ് റൂമിൽ നിന്നും ചോദ്യപേപ്പറുമായുള്ള യാത്രയ്ക്കും തങ്ങൾ സുരക്ഷയൊരുക്കിയിട്ടുണ്ടെന്ന് RRT സംഘം പറയുന്നു. ഗൂഡാർവിള ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫോറസ്റ്റിൻ്റെ സേവനം RRTയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ രാവിലെ മൂന്നാർ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 6:30 ആകുമ്പോൾ എടുത്ത് സ്കൂളിൽ എത്തിക്കുകയും തുടർന്ന് ഈ പിള്ളേർ പരീക്ഷ എഴുതി തീരുന്നവരെ സ്കൂൾ പരിസരത്ത് തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്ത് കാട്ടാന വല്ലതും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അങ്ങനെ കാട്ടാന ഉണ്ടെങ്കിൽ അത് ഓടിച്ച് ഈ പിള്ളേർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാനാണ് RRT ടീം ഇവിടെ നിൽക്കുന്നത്. കാട്ടാനകൾ സ്കൂൾ പരിസരത്തേക്ക് എത്തിയാൽ തുരത്താൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെയും സംഘം കയ്യിൽ കരുതിയിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും RRT സംഘത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. വേനൽക്കണത്ത് കാട്ടാനശല്യം രൂക്ഷമായതു മുതൽ മൂന്നാറിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള RRT സംഘം കാട്ടാനകളെ തുരത്താനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2800, ഏലം ശരാശരി വില 2600. കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 875, കൊക്കോ 170, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7990 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പരുന്തുംപാറയിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി ജില്ലാ ഭരണകൂടം.
15 സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം. അതേസമയം പരുന്തുംപാറ മേഖലയിൽ മെയ് 2 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച കളക്ടർ. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ 13-ന് RT ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന നേതാക്കൾ. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും. 17-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്നും നേതാക്കൾ. വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് പിടികൂടി. പിടിയിലായത് വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് കുരിശുമല സ്വദേശി മാരിക്കനി. ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഇഞ്ചിക്കാട് സ്വദേശിയായ 33-കാരിയെ. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. നടപടി കാട്ടുപന്നികൾ വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നത് കൂടാതെ പൊതുജനങ്ങളുടെ ജീവന് കൂടി അപകടകരമായ തരത്തിൽ ശല്യമുണ്ടാക്കുന്നത് നിരന്തര പരാതിക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.